അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു അമൃതം പൊടിയുടെ ഉണ്ടയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് അമൃതം പൊടി. അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്, വെല്ലം എടുത്തിട്ടുണ്ട്, വെല്ലം ചെത്തിയിടുക ഇതിന്. പിന്നെ ഒരു പാനുണ്ട്. അപ്പോൾ ഈ അമൃതം പൊടീനെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അമൃതം പൊടിയെ നമുക്ക് വറുത്തിട്ട് എടുക്കാം. എന്നിട്ടാണ് നമ്മളിതാക്കുന്നത്. അമൃതം പൊടി വറുത്തിട്ടാണ് നമ്മൾ ഈ ഉണ്ട ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് അമൃതം പൊടിയെ ഒന്ന് വറുത്തെടുക്കാം. ചെറുങ്ങനെയുള്ള ചൂടാക്കുകയുണ്ട്. അധികമായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും ഗൈസ്. അതുകൊണ്ട് ചെറിയ തോതിൽ, അധികം വേണ്ട, കുറച്ചേ എടുക്കുന്നുള്ളൂ ഞാൻ. അപ്പോൾ അത് നമുക്ക് ഒന്ന് വറുക്കാം. എന്നിട്ട് തണിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മളിത് ഉണ്ടയാക്കിയിട്ട് എടുക്കുക. നല്ല അടിപൊളി ഉണ്ടയാണ്. അമൃതം പൊടി കാച്ചിയിട്ട് കഴിക്കാതെ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവർക്ക് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കഴിക്കും. നല്ല ടേസ്റ്റാണ്. ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം. അപ്പോൾ ആ വറുത്തതിൻ്റെ ഒരു നല്ല മണവും ഉണ്ടാവും. എന്നിട്ടാക്കുമ്പോൾ അന്ന് വെറുതെ ആക്കിയിട്ടും ആക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ ആക്കുന്നത് എപ്പോഴും വറുത്തിട്ടാണ് ആക്കൽ. നേരത്താണ് അതിന് ടേസ്റ്റ് കൂടുക. ഒന്ന് വറുത്തിട്ടെടുക്കാം നമുക്ക്. 4 ഭാഗത്തൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അടിക്കൊന്നും പിടിക്കില്ല, കരിയയില്ല, സൂപ്പറായിട്ട് കിട്ടും. വേറെ എന്തെങ്കിലും ചേർക്കുന്നില്ല, തേങ്ങയും വെല്ലവും മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ ഒരു സാധനം നമ്മൾ ചേർക്കുന്നില്ല. എന്നിട്ടാണ് ഇതാക്കുന്നത്. നല്ല അടിപൊളിയായിരിക്കും. വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ വറുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാ ഞാൻ പൊടിയെല്ലാം വറുത്ത് കഴിഞ്ഞ് എന്നിട്ടിപ്പോൾ തണിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാത്രത്തിലേക്ക് തേങ്ങ എടുത്തിടുന്നുണ്ട്. ഇതാ തേങ്ങ എടുത്തിട്ട് ഈ വെല്ലത്തിലേക്ക് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം അമൃതം പൊടി വറുത്ത് വെച്ചതിനെയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഇനി കുത്തക്കൊണ്ട് കളിക്കല്ലേ. അതന്നെ പറയില്ല. വറുത്ത് വെച്ച പൊടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് ഗൈസ്. കാണുന്നുണ്ടല്ലോ ഇടുന്നത്. മക്കളെ ആയി കഴിഞ്ഞിട്ട് മക്കൾക്ക് തരും, കരയണ്ട കേട്ടാ. ആ കുഞ്ഞുവാവകളെ തരും. വേഗം ആക്കട്ടെ, എന്നിട്ട് തരാം. അപ്പോൾ പൊടികളെല്ലാം ഞാൻ ഇട്ട് കഴിഞ്ഞു. വാവേ ഒന്ന് ഇവരെ അങ്ങോട്ട് വിളിച്ചേട്ടെ. വാവ ഒന്ന് തലോടും പോലെ ആക്കിയിട്ട് വേഗം. എന്നാൽ പിന്നെ അങ്ങോട്ട് വരൂ. വാവേ ഇതാ വാകുട്ടി. ഇല്ല, അപ്പോൾ ഞാനിത് ഇതിൻ്റെ അകത്തെല്ലാം ഇട്ട് വെച്ചിട്ട് നല്ല വൃത്തിയിൽ ഇത് ഞാൻ കുഴക്കുന്നുണ്ട്. വെല്ലം, തേങ്ങ, അമൃതം പൊടി ഇതെല്ലാം കൂടി ഞാൻ കുഴച്ച് റെഡിയാക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾ നോക്കിക്കോ.
എല്ലാ ഭാഗത്തുനിന്നും നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കണം നമുക്ക്, എന്നാൽ മാത്രമേ റെഡിയാവൂ. അടിപൊളിയായിട്ട് കുഴച്ചെടുക്കട്ടെ. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കുഴച്ചതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പം ഇങ്ങനത്തെ ഓരോ ഉണ്ട ചെറിയ കുഞ്ഞു മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നാലെ അതെല്ലാം കഴിച്ചോളും. അവർക്ക് അതിനോളം നല്ല ഇഷ്ടം വേറെ ഒന്നും ഉണ്ടാവില്ല. കാച്ചിയിട്ട് കൊടുത്തിട്ട് കഴിക്കാതെ കുഞ്ഞു മക്കൾക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിക്കോ, ഞാൻ ഗ്യാരണ്ടി അതിന്. അത്രയ്ക്ക് നല്ല ടേസ്റ്റിൽ കുഞ്ഞു മക്കൾ തിന്നും. സൂപ്പറാണ്. അപ്പോൾ ഇതാ നല്ല ഉണ്ട പോലെ തന്നെ ഞാനെല്ലാം കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ഓരോ ഉരുളകളാക്കിയിട്ട് ഞാനിതിപ്പോൾ എടുത്തിട്ട് കാണിച്ചു തരാം. നല്ല അടിപൊളി ഉരുട്ടയായിട്ട് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോണേ, കുറച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് ഉറക്കും. അമൃതം പൊടിയുടെ ഉണ്ടയാണ് ഗൈസ് ഇത്. കണ്ട, ഉരുട്ടി വെച്ചിട്ട് കാണുന്നുണ്ടോ നിങ്ങൾ? ഞാനിതാ ഓരോന്നോരോന്നായി ഉരുട്ടി വെക്കുന്നുണ്ട്. എല്ലാവരും കാണുന്നുണ്ടല്ലോ. നല്ല അടിപൊളിയായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നതാണ്. ആവശ്യത്തിന് തേങ്ങയും വെല്ലവും വേണം, ഇല്ലെങ്കിൽ ഇത്ര നല്ല കണ്ടീഷനായിട്ട് ഉരുണ്ട് കിട്ടൂല. ഇതിലും ചെറിയ ഉരുട്ട മതിയെങ്കിൽ അതേപോലെ ആക്കിയിട്ടെടുക്കാം നമുക്ക്. എങ്ങനെയായാലും വിരോധമില്ല. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉരുട്ടിയിട്ടെടുക്കാം. അപ്പം എല്ലാം ഞാൻ ഉരുട്ടി വെച്ചതിൻ്റെ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാ ഇത്രയാണ് അമൃത ഉണ്ടയുള്ളത്. ഞാൻ ആ എടുത്ത പൊടിക്ക് കണക്കായിട്ട് 10 എണ്ണം, 2, 4, 6, 8, 10 ഉണ്ടയാണുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് ഗൈസ്. എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കുന്നു. ഇനി അടുത്ത വേറെ ഒരു വീഡിയോയുമായി കാണാം. ബൈ.